നമസ്കാരം. മാളയിൽ 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. 6 വയസ്സുകാരൻ ഏബലിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി കുളത്തിൽ ചവിട്ടി താഴ്ത്തിയാണ്. പ്രതി ജോജോ കുളത്തിലേക്ക് തള്ളിയിട്ട ഏബൽ 2 തവണ കയറി വന്നെങ്കിലും പ്രതി വീണ്ടും തള്ളിയിട്ടു. പിന്നീട് മരണം ഉറപ്പാക്കും വരെ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. സംഭവത്തിൽ കൈത്താരത്ത് ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെയാണ്. ലൈംഗിക പീഡന ശ്രമം ഏബൽ ചെറുത്തതിലെ ദേഷ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. മഞ്ഞളി അജീഷിന്റെയും നീതുവിന്റെയും മകനാണ് UKG വിദ്യാർത്ഥിയായ ഏബൽ. 10-ന് വൈകിട്ട് 6:08-ന് ജോജോയുടെ ഒപ്പം വീടിന് സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് പോയ ഏബൽ തിരിച്ചു വരാതായതോടെ പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോജോയുടെ ഒപ്പം കുട്ടി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനിടെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. ഈ സമയത്തെല്ലാം തിരച്ചിൽ നടത്തുന്നവർക്കൊപ്പം ജോജോയും ഉണ്ടായിരുന്നു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത്. ഇയാൾ മൊഴി നൽകിയത് പ്രകാരം കുളത്തിൽ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ജാമ്പയ്ക്ക് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ജോജോ പാടത്തിന് സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് ഏബലിനെ കൊണ്ടുപോയത്. അവിടെ വെച്ച് ഇയാൾ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയനാക്കാൻ ശ്രമിച്ചു. കുട്ടി ഇത് തടയുകയും കരയാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് ഇയാൾ കുളത്തിലേക്ക് തള്ളിയിട്ടതും തുടർന്ന് ചവിട്ടി താഴ്ത്തിയതും. കൊലപാതകം, പോക്സോ കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെ ഇയാളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രോഷാകുലരായ നാട്ടുകാർ പലവട്ടം ജോജോയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഏറെ ബുദ്ധിമുട്ടിയാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചത്. പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് രാവിലെ മുതൽ നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് സ്ഥലത്ത് പോലീസ് രാവിലെ മുതൽ നിരീക്ഷണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 1:15-നാണ് തെളിവെടുപ്പിനെത്തിയത്. രോഷാകുലരായ നാട്ടുകാർ പോലീസ് വലയം ഭേദിച്ച് പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ പാഞ്ഞെടുത്തു. പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ വകഞ്ഞു മാറ്റിയാണ് പ്രതിയെ കൃത്യം നടത്തിയ കുളത്തിന് സമീപത്തെത്തിച്ചത്. മുക്കിക്കൊന്ന കുളവും കൊലപ്പെടുത്തിയ വിധവും ഇയാൾ പോലീസിനോട് വിശദീകരിച്ചു. ഇതിനിടെ നാട്ടുകാർ പ്രദേശത്ത് സംഘടിച്ചു. പ്രതിയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അവർ പോലീസിന് നേരെ തിരിഞ്ഞതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രതിയെ പോലീസ് വാഹനത്തിൽ കയറ്റി. വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാത്ത വിധം നാട്ടുകാർ സംഘടിച്ചതോടെ പോലീസ് ബലം പ്രയോഗിച്ച് അവരെ നീക്കി മുന്നോട്ട് പോവുകയായിരുന്നു. മോഷണ കേസിൽ പ്രതിയായ ഇയാൾ നേരത്തെ കാക്കനാട് ഹോസ്റ്റൽ സ്കൂളിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഏബലിന്റെ മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി വൈകിട്ട് വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം തൈക്കൽ നാണശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ സംസ്കാരം നടത്തി.